സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ബന്ധുവായ ഒരു യുവതിയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. 16 വയസ്സുള്ളപ്പോൾ ഒരു സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ ഈ യുവതി ശ്രമിച്ചു എന്നാണ് മൂവാറ്റുപുഴ സ്വദേശിനി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പെൺകുട്ടി നമുക്കൊപ്പം ഒരു റിപ്പോർട്ടറിനോടൊപ്പം തത്സമയം ചേരുകയാണ്. നമസ്കാരം, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ എത്ര വയസ്സായി പ്രായം? ഇപ്പൊ എനിക്ക് 26 വയസ്സ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്, അല്ലേ? അതെ. ഈ താങ്കളെ വിൽക്കാൻ ശ്രമിച്ചുവെന്ന് താങ്കൾ ആരോപിക്കുന്ന യുവതിയുമായി താങ്കളുടെ ബന്ധം എന്താണ്? എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മോളാണ്. അമ്മയുടെ സഹോദരിയുടെ മോളാണ്. അപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമായിരുന്നോ കുട്ടിക്കാലത്ത്? അതെ. ഇല്ല, അവര് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിരുന്നു. കൂടുതൽ ടൈം നമ്മൾ അങ്ങനെ തമ്മിൽ കാണാറില്ല. ഇപ്പോൾ ഈ പരാതി നൽകാനുള്ള ഒരു കാരണം എന്താ? ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ സാർ, ഞാൻ പറഞ്ഞു ഇത് നടന്നത് 2014-ലാണ്. അന്ന് എനിക്ക് 16 വയസ്സായിരുന്ന പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് എൻ്റെ ലൈഫിൽ ഈ വ്യക്തി കാരണം ഉണ്ടായ ഒരു ട്രോമയും അതുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളും എനിക്കിന്ന് സമൂഹത്തിനോട് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നലുണ്ടായി. കാരണം വേറൊന്നുമല്ല, ഞാനിപ്പം ഇന്നലെ ഇതൊരു ന്യൂസ് ചാനലിൽ പറഞ്ഞപ്പം എനിക്ക് അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നു. ഞാൻ ഇത്ര നാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, ഏതെന്തൊരു കള്ളക്കഥയാണോ കെട്ടുകഥയാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതെല്ലാം ഒന്ന് വ്യക്തതയോടെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നത്. ഈ 10 വർഷം മുമ്പ് നടന്നൊരു സംഭവം എന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ശരി, നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അതെ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുവാണ്. ഈ യുവതിയുമായി താങ്കൾ ഇടയ്ക്ക് കാണാറുണ്ടോ? അവരുമായി ബന്ധമുണ്ടോ ഇപ്പോഴും, ഈ അമ്മയുടെ സഹോദരിയുടെ മകളുമായി? ഇല്ലില്ല, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനിപ്പം ഈ ദിവസങ്ങൾ നടക്കുന്ന വാർത്തകൾ കണ്ടിട്ടാണ് അവരുടെ മുഖം പോലും വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. റിപ്പോർട്ടർ ആ യുവതിയുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. നമ്മൾ ആ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. അത് താങ്കൾ കണ്ടിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് നടനെതിരെ ആരോപണം ഉന്നയിക്കുകയും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. ഈ വാർത്തകളൊക്കെ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? ഈ വാർത്ത വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്ത് ആ വ്യക്തി ആരാണ് എന്ന സമൂഹം അറിയണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഈ നടന്മാർക്കെതിരെ പരാതി നൽകിയ ഒരു യുവതിയാണ്. അവര് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും നമ്മളുടെ അടക്കമുള്ള മാധ്യമങ്ങളിലും ഒക്കെ വന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് സ്വയം തോന്നിയതാണോ അതോ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടാണോ ഇപ്പോൾ DGPക്ക് പരാതി കൊടുക്കുകയും നമ്മളോട് വെളിപ്പെടുത്താനും വന്നിരിക്കുന്നത്? എനിക്ക് സ്വയം തോന്നിയതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നടക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രോമ മാറാൻ തന്നെ 1 വർഷത്തിന് മേളിൽ സമയമെടുത്തു. കാരണം സ്വന്തം ഫാമിലി, സ്വന്തം സഹോദരി, സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളെ കൊണ്ടേ ഒരു സംഘത്തിന് വിൽക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ട്രോമ നമുക്ക് ഇപ്പം എനിക്ക് 26 വയസ്സ് എനിക്ക് ഞാൻ നോക്കി കാണുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ ഇത് ഞാൻ അനുഭവിച്ചത് എൻ്റെ 16 വയസ്സിലാണ്. അപ്പൊ അന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. താങ്കൾ എവിടെ നിൽക്കുമ്പോഴാണ്, എവിടെ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്? 2014 ഞാൻ എൻ്റെ 10th കഴിഞ്ഞ് ഞാൻ എൻ്റെ വെക്കേഷൻ നിൽക്കുമായിരുന്നു. അപ്പം ആ ടൈമിൽ ഈ വ്യക്തി, പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നാളെ അത് അലിഗേഷൻ ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ചു, വെക്കേഷൻ അല്ലേ, ഇപ്പം ലൈംഗികാരോപണം നടത്തിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല. അപ്പോൾ താങ്കൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷന്റെ സമയം താങ്കൾ എവിടെ നിൽക്കുകയായിരുന്നു? എവിടെയായിരുന്നു താങ്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്? കേരളത്തിലായിരുന്നോ? എൻ്റെ പ്ലേസ് മൂവാറ്റുപുഴയാണ്, കേരളത്തിലാണ്, മൂവാറ്റുപുഴയാണ്. അപ്പൊ മൂവാറ്റുപുഴയിൽ വീട്ടിൽ വെക്കേഷൻ കാലം. തുടർന്ന് എന്ത് സംഭവിച്ചു? വെക്കേഷൻ കാലം. അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് പുള്ളിക്കാരി ഒരു 6-7 സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ പുള്ളിക്കാരി എന്താണെന്ന്, പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്നു, ആൻറ്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രം നമുക്കറിയുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചു, വെക്കേഷനല്ലേ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരിൽ എന്നെ വിളിച്ചത്. വെക്കേഷനല്ലേ, എന്തിനാ അവിടെ നിൽക്കുന്നത്, ചെന്നൈയിലേക്ക് വന്ന് നമുക്ക് 1-2 സിനിമയിൽ ഓഡിഷനൊക്കെ പോയി ട്രൈ ചെയ്യാം, സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാവി ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി. പോയത് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ്.
അപ്പം സ്വാഭാവികമായിട്ടൊരു ബന്ധു വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ ഒരു വെക്കേഷന് പിന്നെ ഈ പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വളരെ നോർമലായിട്ട് പോയി. അടുത്ത ദിവസം എന്നെ ഓഡിഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്, വേറെ പേടിക്കാനൊന്നുമില്ല, സ്വന്തം സഹോദരരുടെ കൂടെയാണല്ലോ പോകുന്നത്. അപ്പം ഞാനും കൂടെ പോയി. അപ്പോൾ ഓഡീഷനാണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ, എവിടെയാണ് ഓഡീഷൻ, ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും കാര്യങ്ങളോ വൈറലോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കിത് എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ ചെന്നപ്പോൾ ഒരു റൂമിൽ 5-6 ആൾക്കാരുണ്ട്. അവരിങ്ങനെ നോക്കി കണ്ടു. അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എൻ്റെ മുടിയിലും മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ തോന്നി. കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അനുവാദം ചോദിക്കാൻ എൻ്റെ ശരീരത്തൊന്ന് തൊടുന്നു, മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു, ഇവരത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ച് നിന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി. എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, നീ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം, ഞാനല്ല നിൻ്റെ കൂടെ ഉള്ളത്, നീ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നേ, നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കാരണം എനിക്കറിയില്ല, എനിക്കറിയാത്തൊരു നാട്, എനിക്കറിയാത്തൊരു ഭാഷ, എനിക്ക് ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഓർക്കണം, എനിക്കന്ന് എൻ്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട. അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി, പേടിക്കേണ്ട, നിനക്കൊന്നും വരാൻ പോകുന്നില്ല, നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ ശരീരത്തിൽ വന്ന് തൊട്ടത് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിൻ്റെ ഭാവി സുരക്ഷിതമാവും, നീ സേഫ് ആവും. നീ ഇപ്പോൾ 10th കഴിഞ്ഞ് നിൽക്കുമല്ലേ, നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ. ആൻറ്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുമ്പ് ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആൻറ്റി നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ ദുബായിലൊക്കെയാണ്. അപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകും, നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അവരുടെ അടുത്ത് അവരെന്താണോ പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു. എനിക്കത് മനസ്സിലായി, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കറിയാലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതിയിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. അപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഞാൻ പറയുന്ന കേക്ക്, നിനക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, കാരണം അവരെ കമ്പനി ചെയ്തോണ്ടിരിക്കുന്നത് കാണാം, എന്നെ വിടാതിരിക്കാനായിട്ട്. 4-5 അപരിചിതരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപരിചിതരും താങ്കളെ പക്ഷേ താങ്കളെ മറ്റൊന്നും ചെയ്തില്ല, ദേഹോദ്രവൊന്നും പിന്നിൽ ചെയ്തില്ല, ശരീരത്തിൽ തൊട്ടു, താങ്കൾ ബഹളം വെച്ചു, താങ്കൾ പുറത്തേക്ക് ഇറങ്ങി. ഇല്ലില്ല, കീഴ്പ്പെടുത്താൻ നോക്കുന്നില്ല. ഞാൻ അവിടെ ചെന്ന സമയത്ത് അങ്ങനെയല്ല, ഞാൻ അവിടെ ചെന്ന സമയത്ത് 4-5 പേരുണ്ടായിരുന്നു. ഇവർ എന്നെ കാത്ത് നിൽക്കുന്ന പോലെയാണ് നിന്നത്. അതിൽ ഒരാളൊന്ന് ഷെയ്ക്ക് ഹാൻഡ് വന്ന് എനിക്ക് നോർമലായിട്ട് തോന്നി. പക്ഷേ പിന്നീട് ഒരാൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരുന്ന കൂടെ എൻ്റെ മുഖത്തും എൻ്റെ മുടിയിലും കവിളിലൊക്കെ തൊടാൻ ശ്രമിച്ചു. അപ്പം ഞാനത് തട്ടി മാറ്റിയ സമയത്ത് ആ വ്യക്തിയാണ് പറഞ്ഞത്, ആ വ്യക്തി തമിഴിലാണ് പറഞ്ഞത്, ഓക്കെ അന്ന രീതിയിൽ അവർ സംസാരം, അവർ തമ്മിൽ ഈ പറയുന്ന എന്നെ കൊണ്ടുപോയ സ്ത്രീയും അവരും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. അത് താങ്കളെ ഇങ്ങനെ സമീപിക്കുമ്പോൾ ഈ ആന്റി റൂമിലുണ്ടോ? റൂമിലുണ്ട്. അപ്പൊ ആന്റിയുടെ സാന്നിധ്യത്തിലാണ് വേണം എന്ന് പറയുന്നത്. ആന്റിയുടെ സാന്നിധ്യത്തിലാണ് ആന്റി ഇത് കേൾക്കുന്നുണ്ട്. ആന്റിയാണ് എന്നോട് പറഞ്ഞത് അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അവരല്ല എന്നോട് പറഞ്ഞത്. അവരുടെ ദേഹത്തൊന്ന് തൊട്ട് ഞാനൊരു തട്ടി മാറ്റി. ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്ത് വിഷമിച്ച് കരഞ്ഞ് ഒരുമാതിരി വിഷമിച്ച് കരയുമല്ല. നമ്മുടെ അവസ്ഥ നമുക്ക് എന്താ സംസാരിക്കേണ്ട നമുക്കറിയില്ല. കാരണം സ്വന്തം മകളുടെ പ്രായമുള്ളൊരു അവരുടെ മുന്നിൽ വെച്ച് അവരോട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് എന്താ കുഴപ്പം, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെയാണ്, നീ ഇത് ടെൻഷൻ അടിക്കേണ്ട ആരൊന്നുമല്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്. എന്നെ അതിന് വേണ്ടിയിട്ട് കമ്പൽ ചെയ്യാൻ നോക്കിയത്. പക്ഷെ എനിക്കത് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച ലൈഫ് അല്ലല്ല അമ്മയെ കൊണ്ടുവന്നില്ല ഞാൻ. കാരണം ഞാൻ പോകുന്ന എൻ്റെ ചേച്ചിയുടെ കൂടെയാണല്ലോ. അമ്മ ഫ്ലാറ്റിലായിരുന്നു, അണ്ണേ നഗറിലായിരുന്നു ഇവരുടെ ഫ്ലാറ്റ്. അമ്മ ഫ്ലാറ്റിലായിരുന്നു, എന്നെ ഇവരാണ് കൊണ്ടുപോയത്. ഇവരുടെ ഒരു സ്കോർപ്പിയോ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോയത്. ആ പച്ച സ്കോർപ്പിയോ വണ്ടിയിലെത്തുന്നു, റൂമിലെത്തിച്ചതിന് ശേഷം ഓഡീഷൻ എന്ന് പറയുന്നു, അവർ അപമര്യാദയെ പെരുമാറുന്നു, അത് ഇവർ കാണുന്നു, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ താങ്കളോട് പറയുന്നു. അപ്പോൾ താങ്കൾ പിന്നീട് എന്താ മറുപടി പറഞ്ഞത്? അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നു അല്ലേ? അതെ.
ആ ഒരു സിറ്റുവേഷൻ പക്ഷേ ഇങ്ങനെയല്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നല്ല, എന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചാൽ മതി ആൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് നമുക്ക് അറിയില്ല എന്താണ്, കാരണം എനിക്കിനി അവിടെ നിന്ന് തിരിച്ച് പോകാൻ പറ്റും, ഇവരെന്താണ് എന്നെ ചെയ്യാനൊന്നും നമുക്കറിയില്ല. അപ്പം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെത്തിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഈ പറഞ്ഞ രീതികൾ ജീവിത രീതി ഒന്നും വേണ്ട. അവരുടെ കഴിയുമ്പോൾ നമുക്ക് ആ ആന്റി ഒന്ന് ടെലിഫോൺ ലൈനിൽ കണക്ട് ചെയ്ത് തന്നായിരിക്കും. തുടർന്നോളൂ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആന്റി വേറെ എന്തെങ്കിലും പറഞ്ഞോ? നീ അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, വീണ്ടും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നോ? ഇല്ല, ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് ഇപ്പം പുള്ളിക്കാരി ഈ പറയുന്ന പോലെ വിസിറ്റിങ്ങിന് 3 മാസത്തെ വിസിറ്റിംഗ് എടുത്ത് ദുബായിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി തന്നെ എന്നോട് അവകാശപ്പെട്ടത്. അപ്പം നിനക്ക് അങ്ങനെ കയറിപ്പോയാൽ അവിടെ നിനക്കും പരിചയക്കാരൊക്കെ കിട്ടും, നീ അതിന് ഒരു സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വേണ്ട. ഇതിനു മുമ്പ് ഞാൻ പെൺകുട്ടികൾക്ക് നല്ലൊരു പുള്ളിക്കാരിയുടെ കാഴ്ചപ്പാട് നല്ലൊരു ജീവിതമാണത്, പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് എനിക്കത് നല്ല ജീവിതമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു താങ്കൾ ഈ കാര്യം, ആന്റി കൊണ്ടുപോയി ഇങ്ങനെ ഒരു പിടുത്താൻ നോക്കി എന്നുള്ള കാര്യം? വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് അപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിൽ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അമ്മ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് പറയാം, കാരണം അവിടുന്ന് എനിക്ക് തിരിച്ചു വരണം. കാരണം അവർ ഈ വ്യക്തി ഏത് രീതിയിലുള്ള സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഇവരപ്പോൾ എന്തും എന്നെ ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നായിരുന്നു. കാരണം അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ വെച്ചാൽ ചോദ്യമാവും, പിന്നെ എനിക്ക് തിരിച്ചെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിനാണ് തിരിച്ച് വന്നത്. ബസ്സിന് ഞങ്ങൾ അങ്കമാലിയിൽ ഇറങ്ങി, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് അമ്മയോട് പറഞ്ഞത്. അമ്മ നാട്ടിൽ വന്നിട്ട് വീണ്ടും ഇവരെ വിളിച്ച് ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തായിരുന്നു. അല്ല, അമ്മയോട് പറയരുതെന്നോ മറ്റോ ആന്റി പറഞ്ഞിരുന്നോ അപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത് വരെ ഉള്ള സമയത്ത്? പറയുന്നതല്ല, പുള്ളിക്കാരി എന്നോട് ഭയങ്കര ഷൗട്ടിങ്ങും ഭയങ്കര ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിക്കാരി പറയുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ആരെയും പേടിക്കുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല, അന്നും അല്ല ഇന്നും അല്ല. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളിക്കാരി ഭയങ്കര ഷൗട്ട് ചെയ്യുന്നത്, എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം കാണിച്ചാൽ നിനക്ക് അതെന്താ ഏറ്റെടുത്താല് നിന്നെ ഞാൻ കൊണ്ട് പെടുത്താൻ നോക്കി. അമ്മയുമായി ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്നു. ബസ്സിൽ വെച്ച് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലേ? അതെ 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 അതെ. അമ്മ നാട്ടിൽ വന്നിട്ട് ആന്റി വിളിച്ച് കണക്കിന് കൊടുത്തോ? അമ്മ നാട്ടിൽ പുള്ളിക്കാരി വിളിച്ചു. കാരണം സ്വന്തം മകളെ അവിടെ ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകണം, പുള്ളിക്കാരി ഏത് തരക്കാരി ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം എനിക്ക് അവരുടെ മകളുടെ പ്രായമുള്ളൂ, ഞങ്ങൾ ഒരേപോലെ പഠിച്ചു വന്നത്. ഞാൻ 10 കഴിഞ്ഞപ്പോൾ അവളും 10 കഴിഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ എന്നോട് അങ്ങനെ പെരുമാറേണ്ട ആവശ്യം എന്താ? ഇവരുടെ ജീവിത രീതിയാണ് ഇവർ സ്വന്തം. ഇല്ല, എനിക്ക് യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ 1.5 വർഷത്തിന് ശേഷം എൻ്റെ അമ്മേനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ചെയ്തു പോയില്ലാത്തന്നെ മാപ്പൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. അവർക്ക് ചെന്നൈയിൽ എന്തോ പ്രശ്നം ഉണ്ടായി, എന്തോ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് എന്തോ പുള്ളിക്കാരിക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല. ഒരു ദിവസം എന്നെ ഒരു സ്ഥലത്ത് വീട്ടിൽ നിർത്താമോ എന്ന് ചോദിച്ചാൽ എന്നെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു. അന്ന് രാത്രി ഒരു 1 മണിയായപ്പോൾ വരുകയും ചെയ്തായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഓക്കെ, ഒരു ദിവസം വീട്ടിൽ നിന്നു? ഒരു ദിവസം വിട്ടില്ല, ഒരു 1 മണിയായപ്പോൾ വന്നിട്ട് വെളുപ്പിന് 7 മണിയായപ്പോൾ പുള്ളിക്കാരി പോയി. അന്നും ആ വണ്ടി കൊണ്ട് തന്നെ, സ്കോർപ്പിയോ കൊണ്ട് തന്നെ വന്നത്. പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെയും? ഇല്ല, പിന്നീട് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് ഇപ്പം ഈ ദിവസങ്ങളിൽ സാറിൻ്റെ പ്രസ് മീറ്റിലും പിന്നെ അതുപോലെ ഈ അലിഗേഷനിലൊക്കെയാണ് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് തന്നെ. അപ്പം മൊത്തത്തിൽ ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ ഇതേപോലെയുള്ള സംഘങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു റാക്കറ്റിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നോട് തന്നെ ഒരു രീതിയിലും മറച്ചു വെക്കാതെ പുള്ളിക്കാർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ട, നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ മാത്രമല്ല, ആദ്യമായിട്ടല്ല, നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്ര ഓപ്പണായിട്ട് അവർ എന്നോട് പറഞ്ഞത്. ഈ യുവതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതി നൽകുകയോ അങ്ങനെ ആരുടെയെങ്കിലും കഥ അറിയാമോ താങ്കൾക്ക്? മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടുപോയത്? അല്ല, മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടതായിട്ട് എനിക്കറിയില്ല. പക്ഷെ പുള്ളിക്കാരി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പലരെയും പറ്റിച്ചതായിട്ടുള്ള കഥ എനിക്കറിയാം. പൈസ ചോദിച്ച് പറ്റിച്ചിട്ടുണ്ട് അല്ലേ? പൈസ ചോദിച്ച് പറ്റിച്ചിട്ടുണ്ട്. കുടുംബം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ താങ്കളെ 10 വർഷം മുമ്പ് കൂട്ടിക്കൊണ്ടുപോയ ഹോട്ടലൊക്കെ താങ്കൾക്ക് തിരിച്ചറിയാൻ പറ്റും. താങ്കൾ DGPക്ക് പരാതി കൊടുത്തിരിക്കുകയാണല്ലോ. ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അണ്ണേ നഗറാണ്. കാരണം ഇത് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ചെന്നൈ പോകുന്നത്, എനിക്ക് അവിടെ ഒന്നും അറിയില്ല. അത് മാത്രമല്ല, എന്നെ കൊണ്ടുപോയത് കാറിലാണ്. കാരണം അതൊക്കെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കേണ്ട തെളിവുകളൊക്കെ കയ്യിലുണ്ടോ എന്തെങ്കിലും?
അപ്പം നമുക്ക് തെളിവെന്ന് പറഞ്ഞാൽ നമ്മൾ പോയ കാര്യങ്ങളും പിന്നെ എൻ്റെ അമ്മയുടെ മൊഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മൊഴിയായിട്ട് അമ്മ പറയും. കാരണം എന്താ, ഞങ്ങളുടെ ജീവിതമാണല്ലോ. നമുക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിലുള്ള തീർച്ചയായിട്ടും പോക്സോയുടെ പരിധിയിൽപ്പെടുന്ന വിഷയമാണ് അത്. ആ കേസ് വന്നാൽ നിങ്ങൾ പറയുന്നതാണ് പ്രാഥമികമായ തെളിവായിട്ട് പരിഗണിക്കുക. മറ്റു തെളിവുകൾ അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. താങ്ക് യു എന്തായാലും ചേർന്നതിൽ. അപ്പോൾ ഈ വിഷയത്തിൽ പരാതിയിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. ഈ പരാതി നൽകിയിരിക്കുന്നവരുമായി താങ്കൾക്ക് ഇപ്പോൾ ഒരു ബന്ധമില്ല. താങ്കൾ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് മറ്റാരുടെയും പ്രേരണയില്ലാതെയാണ്. അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ കാണുന്നത്, ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്നത്, ഒരു യോഗ്യതയില്ലാത്ത വ്യക്തി വന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് പലർക്കെതിരെയും പലരെയും സ്വന്തം കുടുംബത്തിന് നാണക്കേടായിട്ട് ഞങ്ങൾ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് ഏത് രീതിയിലുള്ള തരക്കാരിയാണ്, ഇവർ ഏത് സ്ത്രീയാണെന്ന് സമൂഹം അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇക്കാര്യം തുറന്നു പറഞ്ഞതിൽ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കുക, അതിനുശേഷം നീതി കിട്ടുക. താങ്കൾ ആ ട്രോമയെ അതിജീവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഞങ്ങളുടെ പ്രതിനിധി ലിബി സജീന്ദ്രനാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കി വിവാദമായി മാറിയ ലൈംഗിക പീഡന കേസിൽ പരാതി ഉന്നയിച്ച സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ അവരുടെ ബന്ധുവായ അമ്മയുടെ സഹോദരിയുടെ മകളായ ഒരു പെൺകുട്ടി ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് 16 വയസ്സുള്ളപ്പോൾ ചെന്നൈയിൽ വെച്ച് ഒരു ഹോട്ടലിൽ ഒരു റാക്കറ്റിന് ഒരു സംഘത്തിന് കൈമാറാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ അവരുടെ പരാതി. സിനിമയിൽ അഭിനയിപ്പിക്കാം, ഓഡീഷൻ ടെസ്റ്റ് നടത്താം എന്ന വ്യാജേനയാണ് ഇവരുടെ ഒപ്പം അടുക്കൽ എത്തിച്ചത് എന്നാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിക്ക് ഇപ്പോൾ 26 വയസ്സാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇവർ ഇപ്പോൾ DGPക്ക് പരാതിയെ നൽകിയിരിക്കുന്നതും റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നതും. തീർച്ചയായും നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം.